ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? ഞങ്ങളുടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നടന്ന കുറച്ച് സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ വീഡിയോ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണുമല്ലോ. ഞാൻ തമ്പനെയിലും ടൈറ്റിലും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കൂ. ലൈക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഒന്ന് ഹൈപ്പ് കൂടി ചെയ്ത് വെച്ചേക്കൂ. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ. ഹൈപ്പ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ആളുകളിലേക്ക് നമ്മുടെ വീഡിയോസൊക്കെ എത്തും. അപ്പോൾ കൂടുതൽ നമ്മുടെ ചാനൽ റീച്ച് ആവുകയും ചെയ്യും. ഒത്തിരി പേര് വീഡിയോസ് കാണുമ്പോൾ ആദ്യം തന്നെ ലൈക്ക് ചെയ്യുകയും അതിനോടൊപ്പം ഹൈപ്പ് ചെയ്യുകയും ചെയ്തിട്ടാണ് വീഡിയോസ് കാണുന്നതെന്ന് പറയുന്നുണ്ട്. ഒത്തിരി താങ്ക്സ് ഉണ്ട് കേട്ടോ. അങ്ങനെ ഹൈപ്പ് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മുടെ ചാനൽ ഇപ്പോൾ കൂടുതൽ ആളുകളിലേക്ക് എത്തിയത്. ഇതുവരെ ഹൈപ്പ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്ത എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട്. ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ ഒരുപാട് നന്ദി അറിയിക്കുന്നു. അപ്പോൾ ഇന്ന് ട്യൂസ്ഡേ ആണ്. അപ്പം ഞാനിന്ന് രാവിലെ എഴുന്നേറ്റിട്ട് വലിയ പ്ലാനിങ് ഒന്നും ഇല്ലായിരുന്നു. ഇപ്പം നവരാത്രിയുടെ സെക്കൻഡ് ഡേ ആണ്. അപ്പം ഞാൻ ഓർത്തു ഇന്ന് ആമിക്ക് എക്സാം ഉള്ള ഡേയും കൂടിയാണ്. അപ്പോൾ രാവിലെ ആമിക്ക് സ്കൂളിൽ പോകുന്നതിന് മുന്നേ തന്നെ ഒന്ന് വിളക്കൊക്കെ വെക്കാമെന്ന്. ട്യൂസ്ഡേ ഫ്രൈഡേ ദിവസങ്ങളിൽ വിളക്ക് വെക്കാറുണ്ടല്ലോ. അപ്പം അങ്ങനെ രാവിലെ എഴുന്നേറ്റ് കുളിച്ചതാണേ. അപ്പോൾ ആമിതേ എന്നോടൊപ്പം എഴുന്നേറ്റ് വന്നേക്കുവാണ്. കുറച്ച് നേരം ഇങ്ങനെയൊക്കെ അങ്ങ് നടക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരം ഇതുപോലെ റിവിഷനും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷമാണ് അവളോട് കുളിക്കാനൊക്കെ പറയുന്നത് കേട്ടോ. പിന്നെ ഞാൻ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം പുറത്തൊക്കെ വന്ന് നോക്കി നിൽക്കുകയാണ്. ഇപ്പോൾ 6 മണിയായപ്പോഴാണ് ഞാൻ എഴുന്നേറ്റത്. തലേ ദിവസം നല്ല മഴ പെയ്തായിരുന്നു. അപ്പോൾ അങ്ങനെ നല്ല ക്ലൈമറ്റ് ആണ്. അപ്പോൾ ഞാൻ എന്തായാലും രാവിലെ കോലം ഒന്ന് വരച്ചിടാമെന്ന് കരുതി. അങ്ങനെ എനിക്ക് അറിയാവുന്നുള്ള എപ്പോഴും വരയ്ക്കുന്നൊരു ഡിസൈൻ തന്നെയാണ് കേട്ടോ വരച്ചത്. അപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്കൊരു കമൻറ്റ് വന്നതാണ്, ഇതുപോലെ എന്നെ കണ്ടിട്ട് ഇതുപോലെ കോലം വരയ്ക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു എന്ന് ഐശ്വര്യ എന്ന് പറഞ്ഞിട്ട് ഒരാളാണ് കമൻറ്റ് ചെയ്ത്. ശരിക്കും സ്റ്റെൻസിൽ യൂസ് ചെയ്തിട്ടാണ് വരയ്ക്കുന്നതെന്ന് പറഞ്ഞായിരുന്നു കേട്ടോ. എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. ശരിക്കും എനിക്ക് ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും ഭയങ്കര ഹാപ്പിനെസ് ആണ് കേട്ടോ. അപ്പം ഞാൻ കാരണം ഒരാളെങ്കിലും അങ്ങനെ ഇത് ഫോളോ ചെയ്ത് തുടങ്ങിയല്ലോ, അത് ആലോചിക്കുമ്പോൾ ഒത്തിരി സന്തോഷമാണ്. ഞാൻ ഇതിനിടയിൽ ഒരു ഡോട്ട് ഇടാനായിട്ട് മറന്നുപോയേ. ഞാൻ ഇപ്പോഴാ വീഡിയോയിൽ കണ്ടപ്പോഴാണ് ഓർക്കുന്നത് കേട്ടോ. ഞാൻ അന്ന് അത് ശ്രദ്ധിച്ചതേ ഇല്ലായിരുന്നു. പെട്ടെന്ന് ഈ വെപ്രാളത്തിൽ ചെയ്യുന്നതാണ്. ഇപ്പോൾ രാവിലെ ആമിക്ക് സ്കൂളിൽ കൊണ്ടുപോകാനുള്ള ലഞ്ചും ചെയ്യണം, അതിനിടയിൽ തന്നെ വിളക്ക് വെക്കണം, പിന്നെ വീഡിയോ എടുക്കൽ എല്ലാം കൂടിയൊക്കെ ആകുമ്പോഴത്തേക്കും സമയം കിട്ടത്തില്ല കേട്ടോ. പെട്ടെന്ന് അങ്ങ് ചെയ്യുവാണ്. ഇപ്പം നവരാത്രി ആയ കാരണം കൊണ്ട് രാവിലെ ഞാൻ നവരാത്രി സോങ്സ് ആണ് വെച്ചേക്കുന്നത്. ഇപ്പോൾ വീടിനുള്ളിൽ നല്ലൊരു പോസിറ്റീവ് എനർജിയാണ്. നല്ല രസമാണ് കേട്ടോ. ഇപ്പോൾ ഈ ഒരു സമയത്ത് ഇവിടെയൊക്കെ ക്ഷേത്രങ്ങളിലൊക്കെ നല്ല വിശേഷമാണ്. അപ്പം നമുക്ക് മുന്നേ ഒരു കമൻറ്റ് വന്നതാണ്, നവരാത്രി ആഘോഷങ്ങളൊക്കെ ഇവിടെ തുടങ്ങിയെന്ന്. അപ്പം ഞാൻ അതൊക്കെ ഇന്ന് കാണിക്കുന്നുണ്ട്. ഇനി വരുന്ന വീഡിയോസിലൊക്കെ അതൊക്കെ ആയിരിക്കും കേട്ടോ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ രാവിലെ തന്നെ അതേ വിളക്കൊക്കെ വെച്ചിട്ടുണ്ട്. രാവിലെ എഴുന്നേറ്റ് വിളക്ക് വെച്ച് പ്രാർത്ഥിച്ച് തൊഴുമ്പോഴത്തേക്കും ഭയങ്കര ഒരു പോസിറ്റിവിറ്റിയാണ്. വീടിനുള്ളിലാണെങ്കിലും നമുക്ക് പേഴ്സണലി എനിക്ക് ഇഷ്ടമാണ്. മിക്കവാറും എല്ലാ ദിവസങ്ങളിലും ഞാനിത് ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇടയ്ക്ക് വെച്ചിട്ട് എന്താണെന്ന് അറിയത്തില്ല, എല്ലാം അങ്ങ് മുടങ്ങിപ്പോയായിരുന്നു. അപ്പോൾ എനിക്കതിൽ ഭയങ്കര സങ്കടം ഉണ്ടായി. അപ്പോൾ എനിക്ക് രാവിലെ എഴുന്നേക്കാൻ പറ്റുന്നില്ല, വിളക്ക് വയ്ക്കാൻ പറ്റുന്നില്ല. പിന്നെ ഒരുപാട് സ്ട്രെസ്ഡ് ആവണ്ടെന്ന് വിചാരിച്ചിട്ട് ഈവനിങ് ടൈമിലാണ് വിളക്ക് വെച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ രാവിലെ നമ്മൾ ചെയ്യുന്ന അത്രയും ആ ഒരു ഇത് നമ്മൾ ഈവനിങ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടത്തില്ല കേട്ടോ. ഈവനിങ് എന്നാലും വിളക്ക് വയ്ക്കും, പക്ഷെ രാവിലത്തെ ആ ഒരു വൈബ് എന്ന് പറയുന്നത് അടിപൊളിയാണ്. അപ്പോൾ ഒരുപാട് പേര് എന്നെ കണ്ടിട്ട് രാവിലെ വിളക്കൊക്കെ വെക്കാനായിട്ട് തുടങ്ങി എന്നൊക്കെ കേട്ടു. അപ്പോൾ അവരൊക്കെ ഇപ്പോഴും ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് അറിയത്തില്ല. പക്ഷേ രാവിലെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് വിളക്കൊക്കെ വെച്ചതിന് ശേഷം കിച്ചണിലേക്ക് വരുമ്പോൾ ഭയങ്കര ഒരു പ്രത്യേക സുഖമാണ് കേട്ടോ. നിങ്ങൾ ഇതുവരെയും അത് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ അങ്ങനെ ചെയ്ത് നോക്കൂ. നല്ലൊരു റിലാക്സേഷനാണ്. അന്നത്തെ ഡേ തന്നെ നമുക്ക് ഭയങ്കര പോസിറ്റീവ് ആയിരിക്കും. നമുക്ക് ഒരുപാട് സമയം കിട്ടുന്ന പോലെ തോന്നും. ശരിക്കും നമ്മളത് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ ചോറ് വയ്ക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പൊന്നി റൈസിലാണ് ചോറ് വെക്കുന്നത്. പിന്നെ ഇന്ന് വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടിയാണ് വെക്കുന്നത്. ഞാൻ എപ്പോഴും വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി വെക്കുന്ന സമയത്ത് എനിക്ക് എപ്പോഴും പറ്റുന്നൊരു അബദ്ധമാണ് ഇതുപോലെ അതിൻ്റെ ഒരു വഴുവഴുപ്പുണ്ടല്ലോ, ഒരുമാതിരി ജെല്ല് പോലെ ഇരിക്കുന്നത്, അതിങ്ങനെ കിടക്കുമായിരുന്നു കേട്ടോ. മുന്നേയൊക്കെ കല്യാണം കഴിഞ്ഞ ടൈമിലൊക്കെ. അപ്പം എനിക്ക് ആരോ ഇങ്ങനെ പറഞ്ഞു തന്നെ, എനിക്ക് ഓർക്കുന്നില്ല ആരാണെന്ന്. അപ്പോൾ എനിക്ക് ആരോ പറഞ്ഞു തന്നതാണ് ആ സമയത്ത് ഇതുപോലെ വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി വെക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്നുകിൽ നാരങ്ങ നീര് ഇല്ലെങ്കിൽ 2 തക്കാളി കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതിയെന്ന്.
നമ്മൾ ആദ്യമേ തന്നെ കടുക് താളിച്ചിട്ട് വെണ്ടയ്ക്ക ചേർക്കണം. എന്നിട്ട് ഉപ്പ് ചേർത്തതിന് ശേഷം ഇതുപോലെ ഒരു ലെമണിൻ്റെ പകുതിയൊക്കെ ചേർത്താൽ മതി. ആ നാരങ്ങ നീര് അതിലേക്ക് പിടിക്കുമ്പോൾ തന്നെ ആ ഒരു വഴുവഴുപ്പ് പറ്റി പിടിച്ചിട്ട് ലെമണിൻ്റെ ഒരു പുളി ഉണ്ടല്ലോ, പുളിരസം കാരണം അതങ്ങ് ഇതായി പോവും. നല്ല ഫ്രൈ ആയിട്ട് കിട്ടും കേട്ടോ, നല്ല ടേസ്റ്റാണ്. വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടിയിൽ അങ്ങനെ ഭയങ്കരമായിട്ടുള്ളൊരു പുളിപ്പ് രസമൊന്നും വരത്തുമില്ല, നല്ല ടേസ്റ്റാണ്. ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും പച്ചമുളകും മാത്രമാണ് ഇട്ടിട്ടുള്ളത് എരിവിന് വേണ്ടിയിട്ട്, വേറെ ഒന്നും ചേർത്തിട്ടില്ല. ആമിക്കും ഹസ്ബൻഡിനൊക്കെ ഇത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ അവിടെ വെണ്ടയ്ക്ക ഫ്രൈ ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ മോര് കറി തലേദിവസം വെച്ചത് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് എനിക്കിനിപ്പോൾ കറി വെക്കണ്ട, വെണ്ടയ്ക്ക ഫ്രൈയും ഇതുപോലെ മോര് കറിയും. പിന്നെ ആമിക്ക് വേണ്ടിയിട്ട് ഒരു മുട്ട വറുത്ത് കൊടുക്കും. ഞങ്ങൾ ഉച്ചയ്ക്ക് ചമ്മന്തി എന്തെങ്കിലും അരയ്ക്കും, ഇല്ലെങ്കിൽ അച്ചാർ വെച്ചിട്ട് കഴിക്കും കേട്ടോ. അങ്ങനെയാണ് നമ്മുടെ ഭക്ഷണ രീതി. ഞാൻ പറഞ്ഞല്ലോ വെജിറ്റേറിയൻ ആണ് നമ്മളിപ്പോൾ. പിന്നെ ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഗോതമ്പ് പുട്ടാണ് ഉണ്ടാക്കുന്നത്. ഞാൻ അങ്ങനെ രാവിലത്തെ സമയത്ത് മാക്സിമം പുട്ടുണ്ടാക്കാറില്ല. കാരണം പുട്ടുണ്ടാക്കാനായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ എനിക്ക് ഈ മാവൊക്കെ ഇത് ചെയ്തെടുക്കാനായിട്ട് ഭയങ്കര പാടാണ് കേട്ടോ. അപ്പോൾ എനിക്ക് അമ്മയാണ് ഈ ഒരു ടിപ്പ് പറഞ്ഞു തന്നത്. എത്ര തിരക്കുണ്ടെങ്കിലും നമ്മൾ മാവ് ഇങ്ങനെ പുട്ടിന് കുഴച്ചെടുക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് കുഴച്ചാൽ മതി. വെള്ളത്തിൻ്റെ ഈർപ്പം നന്നായിട്ട് മാവിൽ പറ്റുകയും വേണം, എന്നാൽ ഒരുപാട് കുഴഞ്ഞു പോകാനും പാടില്ല. എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഞാനിതിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തു. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നെയ്യ് ചേർക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്, പുട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. മാവ് ഇങ്ങനെ പെട്ടെന്നൊക്കെ ഇങ്ങനെ കുഴച്ചെടുക്കുമ്പോഴത്തേക്കും നല്ല ഇതായിട്ട് കിടക്കില്ലേ, ഈ ഒരു വലിയ പീസസ് ആയിട്ട്. അപ്പോൾ അതൊന്ന് ചെറുതാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മിക്സിയുടെ വലിയ ജാറുണ്ടല്ലോ, ഒരു അപ്പത്തിൻ്റെ മാവൊക്കെ അരയ്ക്കുന്ന വലിയ ജാർ, ജ്യൂസറിൻ്റെ ജാറ്, ആ ജാർ എടുത്തിട്ട് മിക്സിയിലാണ് ചെയ്യേണ്ടത്. ഇത് ബാക്ക് പൾസ് ഇട്ട് 2 അടി ഒരു 3-4 ടൈം ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. ഫ്രണ്ട് പൾസ് ഇടരുത്, ബാക്ക് പൾസ് ഇട്ടാൽ മതി. നല്ല സൂപ്പറായിട്ട് തന്നെ നമ്മുടെ പുട്ടിൻ്റെ മാവ് കിട്ടും. അപ്പോൾ എനിക്കിത് അമ്മയാണ് പറഞ്ഞു തന്നത്. അപ്പം ഞാൻ മിക്കവാറും രാവിലെകളിൽ പുട്ടുണ്ടാക്കാത്തതിൻ്റെ കാരണം ഈ ഒരു റീസൺ കൊണ്ടാണ്. എനിക്ക് ഈ പുട്ടിൻ്റെ മാവ് കുറച്ചും കൂടി നല്ല ഫൈനായിട്ട് ഇങ്ങനെ കിട്ടുന്നതാണ് ഇഷ്ടം. പ്രത്യേകിച്ച് ഗോതമ്പ് പുട്ട് നമുക്കങ്ങനെ ഭയങ്കരമായിട്ട് കട്ട പിടിച്ച് കിടക്കുകയാണെങ്കിൽ കഴിക്കാൻ പറ്റത്തില്ല, പ്രത്യേകിച്ച് രാവിലത്തെ ഒരു സമയത്ത്. അപ്പം ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. ഞാൻ കുറേ നാളായിട്ട് ഇത് ഫോളോ ചെയ്യുന്നതാണ്. ഏതൊരു വ്ളോഗിൽ ഞാനിത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ബാച്ചായിട്ട് എല്ലാം ഒന്ന് അടിച്ചെടുത്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലതായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ തേങ്ങ ഇതുപോലെ മൊത്തത്തിൽ ചിരകിയിട്ട് ഇടുകയാണ് ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾക്കറിയാമല്ലോ എൻ്റെ സ്വഭാവം, ഞാൻ തേങ്ങ അധികം ഉപയോഗിക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ തേങ്ങ ഇതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് പുട്ടാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ചില സമയത്ത് ഞാനിതുപോലെ നമ്മുടെ ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ട് ആവി കയറ്റിയിട്ട് എടുക്കാറുണ്ട്. ഇന്നിപ്പം ഞാൻ പുട്ടുകുറ്റിയിലിട്ടിട്ടാണ് പുട്ട് ചെയ്യുന്നത്. ഇടയിൽ തന്നെ നമ്മുടെ വെണ്ടയ്ക്ക അതേ കണ്ടോ, നല്ല സൂപ്പറായിട്ട് വിട്ട് കിട്ടിയിട്ടുണ്ട്. ഒരു ഒട്ടിപ്പിടിക്കലോ വഴുവഴുപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. നിങ്ങൾ ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കൂ. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഞാൻ പറഞ്ഞില്ലേ തക്കാളി, അത് ചേർത്ത് കൊടുക്കാം. ആ ഒരു അയൺ പാനും കൂടെ ആയ കാരണം കൊണ്ട് നല്ലോണം വിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ വന്നിട്ട് പാത്രങ്ങളൊക്കെ എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ പാത്രങ്ങൾ രാവിലെ എടുത്ത് വെച്ചതിന് ശേഷമാണ് ഞാൻ കിച്ചണിൽ കുക്കിങ്ങിന് കയറത്തുള്ളൂ. പക്ഷേ ഇന്ന് രാവിലെ തന്നെ ഈ കുക്കിങ്ങിന് കയറിയ കാരണം കൊണ്ട് പിന്നീട് പാത്രം കഴുകി ഇതൊക്കെ എടുത്ത് വെക്കാമെന്ന് കരുതി. അപ്പോൾ തലേ ദിവസം നമ്മളിങ്ങനെ രാത്രി എല്ലാം കഴുകി വെച്ചിട്ട് കിടക്കുവാണെങ്കിൽ ഭയങ്കര ഈസിയാണ് കേട്ടോ. രാവിലെ നമുക്ക് അന്നങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. എനിക്ക് എത്ര വയ്യെങ്കിലും എന്തൊക്കെ തിരക്കുണ്ടെന്ന് പറഞ്ഞാലും ഞാൻ എപ്പോഴും രാത്രി എല്ലാം ക്ലീൻ ചെയ്ത് വെച്ചിട്ടൊക്കെയാണ് കിടക്കുകയുള്ളൂ. പിന്നെ ആമിക്ക് കൊണ്ടുപോകാനുള്ള ചോറൊക്കെ എടുക്കുന്നുണ്ട്. അപ്പം ഞാൻ അവൾക്ക് എപ്പോഴും രസവും മോര് കറിയൊക്കെ വെക്കുമ്പോൾ എന്ത് കറിയാണെങ്കിലും ചോറിലോട്ട് അങ്ങോട്ട് ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കും. അപ്പോൾ അവൾക്ക് അങ്ങനെ കഴിക്കുന്നതാണ് ഇഷ്ടം. സെപ്പറേറ്റ് ആയിട്ട് കറിയായിട്ട് കൊടുക്കുമ്പോഴത്തേക്കും ഈ പാത്രം ചെറുതായിട്ടൊരു വിള്ളൽ വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ചൂട് ഒരുപാട് അടിക്കുന്നതുകൊണ്ടായിരിക്കണം. അപ്പോൾ അതുകൊണ്ട് ലീക്ക് ആവുന്നുണ്ട് കേട്ടോ കറികൾ. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഇങ്ങനെ ചോറിനകത്ത് ഒഴിച്ച് കൊടുക്കാറുണ്ട് കറികൾ. ബാക്കിയുള്ളതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് വെക്കും. പിന്നെ ഞാൻ ഈ ഒരു ഹോട്ട് ബോക്സിനകത്ത് നമ്മുടെ പുട്ടിൻ്റെ ഇതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് 2 കുറ്റി പുട്ട് മതി, 3 പേരും കൂടി ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കും കേട്ടോ. അങ്ങനെ ഹസ്ബൻഡ് ആമിയെ കൊണ്ടുവിട്ടിട്ടുണ്ട്. രാവിലെ റിവിഷനൊക്കെ കഴിഞ്ഞിട്ടൊക്കെയാണ് അവളെ വിട്ടത് കേട്ടോ. അപ്പോൾ ഞാൻ വന്നിട്ട് നമ്മുടെ ചെടികളൊക്കെ ഒന്ന് നോക്കി നിൽക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ രാവിലെ മഴ പെയ്തു എന്ന്. അപ്പോൾ അതിൻ്റെ ഒരു ഭംഗിയാണ് ഈ പൂക്കൾക്കൊക്കെ.
അപ്പോൾ അങ്ങനെ കുറച്ച് നേരം നോക്കി നിൽക്കുകയാണ് കേട്ടോ. ഇനി എൻ്റേതായ സമയമാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ആദ്യമായിട്ട് യൂട്യൂബിൽ നിന്ന് പൈസ വന്നിട്ടുള്ള ദിവസമാണ് കേട്ടോ. ശരിക്കും ഈ ചാനൽ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം 1 വർഷം ആയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഒരു മെയ് മാസം ആ ഒരു സമയത്താണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ എൻ്റെ 3ാമത്തെ ചാനലാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ഞാൻ ആദ്യം 2 ചാനൽ ഉണ്ടായിരുന്നു എനിക്ക്. ശരിക്കും ഞാൻ കൊറോണ ടൈമിലൊക്കെയാണ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. ആ സമയത്ത് ഞാനൊരു കുക്കിംഗ് ചാനലാണ് സ്റ്റാർട്ട് ചെയ്തത്. അതിൽ ഏകദേശം ഒരു 2500 സബ്സ്ക്രൈബർ ആയപ്പോഴേക്കും എനിക്ക് ആ ചാനൽ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് നിർത്തേണ്ടി വന്നതാണ്. പിന്നീട് അത് കഴിഞ്ഞിട്ട് ഞാനൊരു വ്ളോഗ് ചാനൽ സെപ്പറേറ്റ് ആയിട്ട് തുടങ്ങി. അതും ഒരു 1500 സബ്സ്ക്രൈബർ ആയപ്പോൾ അതും നിർത്തേണ്ടി വന്നു. പിന്നെ 3ാമത് തുടങ്ങിയ ചാനലാണിത്. അപ്പോൾ അന്ന് തൊട്ടേ എന്നെ ഫോളോ ചെയ്യുന്ന കുറച്ച് പേരുണ്ട് ഇപ്പോഴും. അപ്പോൾ അവരോടൊക്കെ എനിക്ക് എത്ര താങ്ക്സ് പറഞ്ഞാലും മതിയാവത്തില്ല. കാരണം എൻ്റെ വളർച്ചയിൽ ആദ്യം മുതൽ കൂടെ നിൽക്കുന്നവരാണ്. അന്നത്തെ എന്നിൽ നിന്നും ഇന്നത്തെ എന്നിലേക്ക് ഉണ്ടായ ഒരു മാറ്റം എന്ന് പറയുന്നത് ചെറുതല്ല. അത് ഒത്തിരി പേര് എന്നെ പുറകെ നിന്ന് ഗ്രൂം ചെയ്താണ് ഞാൻ ഇപ്പോൾ ഇത്രയും കോൺഫിഡൻസോടുകൂടി സംസാരിക്കുന്നത്. ഈവൻ നമ്മുടെ ഈ ചാനലിൽ പോലും നിങ്ങൾ ആദ്യത്തെ വീഡിയോസൊക്കെ എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ സംസാരിക്കുന്ന രീതിയാണെങ്കിലും വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയാണെങ്കിലും ഒക്കെ ഡേ ബൈ ഡേ ഞാനിങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണെന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ കാര്യമാണ്. അപ്പോൾ അതിൽ നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ളൊരു സപ്പോർട്ടെന്ന് പറയുന്നത് തീരെ ചെറുതല്ല. അത്രയും എനിക്ക് ഭയങ്കരമായിട്ട് എന്നെ ഇങ്ങനെ ബൂസ്റ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോരുത്തരും. അപ്പം അതുകൊണ്ടാണ് ഇന്നിപ്പോൾ എനിക്ക് ഈ ഒരു സ്ഥാനത്ത് നിൽക്കാനായിട്ട് പറ്റിയത്. ശരിക്കും എനിക്ക് ഈ ഒരു ഡേ എന്ന് പറയുന്നത് ഞാൻ ഒരിക്കലും മറക്കാത്തൊരു ദിവസമാണ് കേട്ടോ. ശരിക്കും ഞാൻ അൺഎക്സ്പെക്റ്റഡായിട്ട് എനിക്ക് വന്നൊരു സന്തോഷമാണ് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മുടെ ചാനലിൽ 1000 സബ്സ്ക്രൈബർ ആയി കഴിഞ്ഞാലാണ് മോണിറ്റൈസ് ആവാനായിട്ട് പറ്റത്തുള്ളൂ. 1000 സബ്സ്ക്രൈബേഴ്സും 4000 വാച്ച് അവർ എന്ന് പറയും. അതിൻ്റെ ക്രൈറ്റീരിയ അതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മോണിറ്റൈസ് ആയി കഴിഞ്ഞാൽ ഉടനെ തന്നെ പൈസ വരുമെന്നാണ് ചിലരുടെയൊക്കെ ധാരണ. പക്ഷെ ഒരിക്കലും അങ്ങനെയല്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീഡിയോസ് പിന്നെയും ഇട്ടുകൊണ്ടിരിക്കണം. അങ്ങനെ വീഡിയോസ് ഇട്ടിട്ട് നമുക്ക് $100 റീച്ച് ആവുന്ന സമയത്താണ് നമുക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് പൈസ വരുന്നത്. അപ്പോൾ ഇതിനോടകം തന്നെ നമ്മൾ ഒത്തിരി സ്ട്രഗിൾസിലൂടെ ആയിരിക്കും കടന്നു പോകുന്നത് അല്ലേ. നിങ്ങൾ എൻ്റെ ചാനൽ എടുത്ത് നോക്കിയാൽ തന്നെ ഇപ്പം മനസ്സിലാവും. ഏകദേശം 350-ൽ കൂടുതൽ വീഡിയോസ് ഞാൻ ചെയ്തിട്ടാണ് ഇന്നിപ്പോൾ ഞാൻ ഈ ഒരു സ്റ്റേജിൽ വന്ന് നിൽക്കുന്നത്. ശരിക്കും ഇത് എന്നെ സംബന്ധിച്ച് എനിക്കിതൊരു തുടക്കം മാത്രമാണ്. ഇനിയും ഒരുപാട് ദൂരം മുന്നോട്ട് പോകാനുണ്ടെന്ന് എനിക്കറിയാം. അതിന് ഇനിയും നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. ഞാൻ സത്യസന്ധമായിട്ട് പറയുകയാണ്, എനിക്ക് റവന്യൂ കിട്ടാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് പൈസ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല ഞാൻ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. ശരിക്കും എന്നെ സംബന്ധിച്ച് എനിക്കൊരു സ്ട്രെസ് ഫ്രീ ആയിട്ട് എനിക്ക് എൻ്റെ കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തത് തന്നെ. അപ്പോൾ ഇത് മോണിറ്റൈസ് ആവുമെന്നോ എനിക്കിതിൽ നിന്നൊരു വരുമാനം കിട്ടുമെന്നൊന്നും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്ന കാര്യമേ അല്ല. കാരണം ഞാനത് ഇഷ്ടപ്പെട്ട് ചെയ്ത ഒരു സംഭവമാണ്. പൈസയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു അങ്ങനെ അതിയായ മോഹം കൊണ്ട് അങ്ങനെ ഒന്നും അല്ല കേട്ടോ. ഒരുപാട് പേര് പറയുന്നത് കേൾക്കാം, എത്രയൊക്കെ നമുക്ക് പൈസ വേണ്ടാന്ന് പറഞ്ഞാലും നമ്മൾ പണം മോഹിച്ചാണ് ചാനൽ കൊണ്ട് നടക്കുന്നതെന്ന്. പക്ഷേ എന്നെ സംബന്ധിച്ച് ഒരിക്കലും അങ്ങനെയല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഡെയിലി വീഡിയോസ് ഇടാമായിരുന്നു. അതുപോലെ തന്നെ ഷോർട്സൊക്കെ ഡെയിലി ഇടാമായിരുന്നു. കാരണം നമ്മൾ പെട്ടെന്ന് വാച്ച് അവർ കംപ്ലീറ്റ് ആയി മോണിറ്റൈസ് ആയി കഴിഞ്ഞാൽ നമുക്ക് എത്രയും പണം പെട്ടെന്ന് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഭൂരിപക്ഷം ആൾക്കാരും. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അത്രയും റിസ്ക് എടുത്തൊന്നും വീഡിയോ ചെയ്യാൻ പറ്റത്തില്ല. കാരണം എൻ്റെ ഹെൽത്ത് മെയിനായിട്ട് നോക്കണം. പിന്നെ രണ്ടാമത്തെ കാര്യം, എൻ്റെ വീട്ടിലെ കാര്യങ്ങളെല്ലാം ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ സൈഡിലൂടെ ഞാൻ ഈ ചാനൽ കൊണ്ടുപോകുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് കിട്ടിയ ഈ ഒരു ഏർണിങ്സ് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഒരിക്കലും മറക്കാനാവാത്ത ഭയങ്കര ഒരു ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ളൊരു ഡേ ആണ് ഇന്നത്തെ ദിവസം. അതിന് ആദ്യമേ തന്നെ നിങ്ങളിൽ ഓരോരുത്തരോടും ഞാൻ നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡിനോടും. പുള്ളി എൻ്റെ കൂടെ ഇല്ലായിരുന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇന്ന് എനിക്ക് ഈ ഒരു സ്ഥാനത്ത് നിൽക്കാൻ പറ്റത്തില്ല. എന്നെ ഓരോ ദിവസവും ബൂസ്റ്റപ്പ് ചെയ്ത് വീഡിയോ ഇനിയും ചെയ്യണമെന്ന് പറയുകയും ഓരോ കണ്ടന്റിനും എന്നെ അപ്രീഷിയേറ്റ് ചെയ്യുകയും. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നത് പുള്ളി ഓരോ കാര്യങ്ങൾ ക്രിട്ടിസൈസ് ചെയ്യുന്ന കാര്യങ്ങളാണല്ലേ. പക്ഷേ അതിനേക്കാൾ ഉപരി ഞാൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഓരോ പോയിന്റായിട്ട് പുള്ളി എന്നോട് എടുത്ത് പറയാറുണ്ട്. എന്തൊക്കെയാണ് നന്നായിട്ട് പറഞ്ഞിരിക്കുന്നത്, നന്നായിട്ട് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ആ പോയിന്റ് പറഞ്ഞത് ഇഷ്ടമായി എന്നൊക്കെ എന്നെ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരാളാണ് കേട്ടോ. അപ്പോൾ അത്രയും സപ്പോർട്ട് എനിക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അത് കണ്ടിട്ട് ആമി ഒത്തിരി തവണ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അമ്മ ബെസ്റ്റാണ്, അമ്മ സൂപ്പറാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ചെറിയ കുട്ടിയായിരുന്നിട്ട് പോലും എൻ്റെ ഹസ്ബൻഡ് പറയുന്ന കേട്ടിട്ട് മോളും എനിക്ക് അങ്ങനെ ഒരു സപ്പോർട്ട് തരുമ്പോൾ അതെനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷം തന്നെയാണ്. അപ്പോൾ ശരിക്കും നമ്മുടെ ഫാമിലി, നമ്മുടെ ഹസ്ബൻഡും മക്കളും ഒക്കെ നമ്മളെ കൂടെ നിൽക്കുക എന്ന് പറയുന്നത് തന്നെ അതൊരു ഏറ്റവും വലിയൊരു ഭാഗ്യമാണല്ലേ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം. എത്ര ദൂരെയും നമ്മൾ എത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവരുടെ ഒരു സപ്പോർട്ട് ഉണ്ടായേ പറ്റത്തുള്ളൂ. അപ്പോൾ എനിക്കത് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു ചാനൽ കൊണ്ട് നടക്കുന്നതുകൊണ്ട് എനിക്ക് എന്ത് ഗുണമാണ് ഉള്ളതെന്ന് വരെ ചോദിച്ചിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഒരിക്കലും
ഒരിക്കലും പ്രതീക്ഷിക്കാത്ത എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്നൊക്കെ വിചാരിച്ചിരുന്ന ഒത്തിരി പേര് എന്നെ ഭയങ്കരമായിട്ട് കളിയാക്കി. നിനക്ക് വേറെ പണിയില്ലേ, വീട്ടിലെ കാര്യങ്ങളെല്ലാം കൂടി കാണിച്ചുകൊണ്ട് എന്തിനാണ് ഇങ്ങനെ കാണിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട്. അതുപോലെ തന്നെ ഞാൻ എൻ്റെ യൂട്യൂബിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഡൗട്ട് ചോദിച്ചിരുന്ന എൻ്റെ പല സുഹൃത്തുക്കളും അറിയില്ല എന്ന് പറഞ്ഞ് എന്നെ ഒഴിവാക്കുകയുണ്ടായി. തുടക്കകാലത്തിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം ഉണ്ടാക്കിയ കാര്യങ്ങളാണ്. പിന്നെ ഞാൻ ആരോടും സംശയം ചോദിക്കാതെ യൂട്യൂബിൽ തന്നെ ഉണ്ട് കേട്ടോ. ഒത്തിരി ചാനലുകൾ നമുക്ക് മലയാളത്തിലൊക്കെ ഒരുപാട് ചാനലുകളുണ്ട്. നമുക്ക് അതിൽ നോക്കിയാൽ തന്നെ നമുക്ക് ഒരുപാട് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. പിന്നെ ഒരു യൂട്യൂബറെ സംബന്ധിച്ചിടത്തോളം ഓരോ തവണ വരുന്ന അപ്ഡേറ്റ്സും നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മൾ എത്ര തിരക്കാണെങ്കിൽ, നമ്മൾ സീരിയസ് ആയിട്ടാണ് ഈ ഒരു പ്രൊഫഷനെ കാണുന്നതെങ്കിൽ നമ്മളത് കൂടുതലായിട്ട് അതിൻ്റെ അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. പുതിയ പുതിയ പോളിസീസും റൂൾസ് ആൻഡ് റെഗുലേഷൻസും അറിഞ്ഞിരിക്കണം. കൃത്യമായിട്ട് വീഡിയോ ഇടണം. കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ മെയിനായിട്ടുള്ളൊരു കാര്യം. ഞാനിപ്പോൾ ആഴ്ചയിൽ 3 വീഡിയോ എന്ന് പറഞ്ഞാൽ 3 വീഡിയോ ഞാൻ കൃത്യമായിട്ട് ഇടും. എനിക്കിനിയിപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞാലും മോണിറ്റൈസ് ആയി കഴിഞ്ഞതിന് ശേഷം ഒരു തവണ ആമിയുടെ കാലിൽ ഇതുപോലെ തിളച്ച പാല് വീണിട്ട് കാല് പൊള്ളി, അങ്ങനെ ഹോസ്പിറ്റലൈസ്ഡ് ആയി. ഞങ്ങൾ 2-3 ആഴ്ചയോളം ആമിക്ക് വേണ്ടിയിട്ട് ഒരുപാട് ഞങ്ങൾ സ്ട്രഗിൾ ചെയ്തൊരു സമയം ഉണ്ടായിരുന്നിട്ട് ആ സമയത്ത് പോലും ഞാൻ വീഡിയോസ് എടുത്ത് നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അതൊന്നും ഞാൻ വീഡിയോയിലൊന്നും ഒരിടത്തും പറഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ ഇപ്പം എന്തുകൊണ്ട് പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും സ്ട്രഗിൾസിലൂടെ ഞാൻ പോയപ്പോഴും ഞാൻ എൻ്റെ ചാനൽ കൈവിട്ടിട്ടില്ല. നമ്മൾ എത്ര സങ്കടത്തിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിലും നമ്മുടെ പ്രൊഫഷന് വേണ്ടിയിട്ട് നമ്മൾ അത്രയും തീവ്രമായിട്ട് നമ്മൾ പരിശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പം ഞാൻ ഇപ്പോൾ ഈ ഒരു സെൻറ്റൻസിൽ ഈ കാര്യം പറഞ്ഞു തീർത്തെങ്കിലും അന്ന് ഞാൻ അനുഭവിച്ചൊരു ടെൻഷനും വേദനയും വിഷമമൊക്കെ അത് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് കേട്ടോ. അപ്പം ഞാൻ അതിനെക്കുറിച്ചൊന്നും കൂടുതൽ പറയുന്നില്ല. ഇപ്പം ഞാൻ ഇതിനിടയിലൊരു കാര്യം പറയാം. ഞങ്ങളിത് ക്ഷേത്രത്തിൽ വന്നേക്കുകയാണ്. അപ്പം ഈ സമയത്തൊന്നും എനിക്ക് റവന്യൂ ഒന്നും വന്നിട്ടില്ല കേട്ടോ. നമ്മൾ അറിഞ്ഞിട്ടില്ല അക്കൗണ്ടിൽ പൈസ വന്ന കാര്യമൊന്നും. അപ്പം ഞങ്ങൾ ഇങ്ങനെ രാവിലെ എഴുന്നേറ്റിട്ട് ക്ഷേത്രത്തിൽ പോകാൻ വേണ്ടിയിട്ട് ഇരുന്നപ്പോൾ ഹസ്ബൻഡ് മീറ്റിംഗ് വന്നുകൊണ്ട് പിന്നെ പോകണ്ടെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഞാൻ ഈ ക്ഷേത്രത്തിൽ ഹസ്ബൻഡ് ഫ്രീ ആയപ്പോഴത്തേക്ക് നമുക്ക് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു 10:30-ക്കാണ് വന്നത്. അപ്പോൾ ഞങ്ങളുടെ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ മതി, വന്ന് ഉടനെ തന്നെ ക്ഷേത്രം അങ്ങോട്ട് അടയ്ക്കുകയും ചെയ്തു. വന്ന് ഞങ്ങൾ തൊഴുതതിന് ശേഷമാണ് ക്ഷേത്രം അടച്ചത്. ഇവിടെ വന്നപ്പോഴത്തേക്കും ഗോലി വെച്ചേക്കുന്നത് കണ്ടു. അതൊക്കെ വീഡിയോ എടുത്ത് കുറച്ച് നേരം ഇവിടെ ഇരുന്നു. ക്ഷേത്രത്തിൽ ഇരുന്ന് ഞാൻ ആലോചിച്ച കാര്യമാണ്, എനിക്കൊക്കെ ഇതിൽ നിന്ന് റവന്യൂ കിട്ടുമോ എന്നിങ്ങനെ ഞാനിങ്ങനെ മനസ്സിൽ ചിന്തിച്ച കാര്യമാണ് കേട്ടോ. നിങ്ങൾ വിശ്വസിക്കുമോയെന്ന് അറിയത്തില്ല. വീട്ടിൽ വന്നപ്പോഴത്തേക്കൊണ്ട് എനിക്ക് മെയിൽ വന്നേക്കുന്നത് ഇതുപോലെ എൻ്റെ അക്കൗണ്ടിൽ പൈസ വന്നേക്കുന്നു. ശരിക്കും എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ആ ഒരു ഡേ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞിരുന്നു, നേരത്തെ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, എനിക്ക് ആദ്യമായിട്ട് എപ്പോഴാണോ ഇതിൽ നിന്ന് പൈസ കിട്ടുന്നത് അന്ന് ഞാനൊരു ട്രീറ്റ് ചെയ്യും, നിങ്ങൾക്ക് 2 പേർക്കും ഭക്ഷണം മേടിച്ച് തരുമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞങ്ങളിതേ ഭക്ഷണം കഴിക്കാനായിട്ട് സംഗീത വെജിലാണ് വന്നേക്കുന്നത്. അണ്ണാനഗറിലുള്ള കടയാണ്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞല്ലോ, അപ്പോൾ വെജിറ്റേറിയൻ ആയ കാരണം കൊണ്ട് നോൺ വെജ് ഒന്നും കഴിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വന്നേക്കുന്നതാണ് കേട്ടോ. അപ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെക്കാളും സന്തോഷം എൻ്റെ ഹസ്ബൻഡിനായിരുന്നു. പുള്ളിയുടെ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. കാരണം ഞാൻ അത്രമാത്രം ഹാർഡ് വർക്ക് ചെയ്യുന്നത് പുള്ളി കാണുന്നുണ്ട്. മാത്രമല്ല പുള്ളിയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും പറയുന്ന കാര്യമാണ്, എനിക്ക് കഴിവുണ്ടായിട്ടും ആളുകളിലേക്ക് ഞാൻ എൻ്റെ വീഡിയോസ് എത്തുന്നില്ല എന്നൊരു സങ്കടം പുള്ളി എപ്പോഴും ഇവിടെ ഇരുന്ന് പറയും. അപ്പോൾ ശരിക്കും ഞാൻ ആലോചിക്കാറുണ്ട് കേട്ടോ, അപ്പം എന്തുമാത്രം നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന്. അപ്പം ഞാൻ ഈ ഒരു സംഭവം വന്നപ്പോഴത്തേക്കും നേരത്തെ പറഞ്ഞിരുന്നല്ലോ, അപ്പോൾ അങ്ങനെ വന്നതാണ്. അപ്പോൾ ആമി ഇന്ന് സ്കൂളിൽ പോയേക്കുമല്ലേ, എക്സാം ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവളെ കൊണ്ടുവരാൻ പറ്റിയില്ല. അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു കോളിഫ്ലവർ ഫ്രൈ ഓർഡർ ചെയ്തത്. അപ്പോൾ അങ്ങനെ അത് ഞങ്ങൾ പാഴ്സൽ ചെയ്ത് വീട്ടിൽ കൊണ്ടുപോയി. പിന്നെ എൻ്റെ വക സ്വീറ്റിന് വേണ്ടിയിട്ട് ഹസ്ബൻഡിന് ഇതുപോലെ ടെൻഡർ കോക്കനട്ട് പുഡിംഗ് പറഞ്ഞായിരുന്നു. എനിക്ക് ശരിക്കും ഈ സമയത്ത് പനി പിടിച്ചിരിക്കുന്ന സമയമാണ്. അപ്പോൾ എനിക്ക് ഭക്ഷണമൊന്നും ഒട്ടും കഴിക്കാനൊന്നും പറ്റുന്നില്ല കേട്ടോ. എനിക്ക് തീരെ പറ്റുന്നില്ല. വായൊക്കെ ഭയങ്കര കയ്പും ഭക്ഷണത്തിനൊന്നും ടേസ്റ്റ് ഇല്ലാത്ത പോലെ. പിന്നെ ആമിയെ വൈകുന്നേരം വിളിച്ചുകൊണ്ട് വന്നപ്പോഴത്തേക്കും ഹസ്ബൻഡ് ഇതേ സ്വീറ്റ്സൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. അപ്പോൾ ഞങ്ങളുടെ സന്തോഷം ഞങ്ങളിങ്ങനെ പങ്കിട്ട് കഴിക്കുകയാണ് ചെയ്തത്. അപ്പോൾ നിങ്ങളോട് എനിക്ക് ഒത്തിരി നന്ദിയുണ്ട്, എത്ര പറഞ്ഞാലും മതിയാവത്തില്ല. പിന്നെ നെക്സ്റ്റ് ഡേ ആണ് വീഡിയോ എടുത്തേക്കുന്നത്. രാവിലെ നടക്കാൻ പോയിട്ട് ഇന്ന് എനിക്ക് ഒന്ന് ക്ഷേത്രത്തിൽ പോകണം. അപ്പോൾ നമ്മളെപ്പോഴും പോകുന്ന പെരുമാൾ കോവിലിൽ പോയിട്ട് ഞാൻ അവിടെ ഒരു അർച്ചനയൊക്കെ ചെയ്യാമെന്ന് നേരത്തെ പ്രാർത്ഥിച്ചിരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകും. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് പാതി വഴിയിൽ നിങ്ങൾ നിർത്തി വെച്ചേക്കുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യരുത് കേട്ടോ. നിങ്ങൾക്ക് കഠിനാധ്വാനം ചെയ്യാനുള്ള മനസ്സുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതുപോലെ എന്നെപ്പോലെ എത്താനായിട്ട് പറ്റും. പക്ഷെ നമുക്ക് നല്ല ക്ഷമ വേണം. നമുക്ക് പെട്ടെന്ന് ഇതിൽ നിന്ന് പൈസ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല. പറ്റാതെയൊന്നുമില്ല, നമ്മൾ അത്രയും ഹാർഡ് വർക്ക് ചെയ്യണം എന്നേ ഉള്ളൂ. പക്ഷെ എന്നെപ്പോലെ വീട്ടിലെ കാര്യങ്ങൾ ഒറ്റയ്ക്ക് നോക്കുന്നവർക്കും കുഞ്ഞു മക്കളൊക്കെ ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ കുറച്ച് സ്ട്രഗിൾ ചെയ്തിട്ടാണെങ്കിലും ലേറ്റ് ആയിട്ടാണെങ്കിലും ഉറപ്പായിട്ടും ഒരു സക്സസ്സിൽ എത്താനായിട്ട് പറ്റും. ഞാനിപ്പോൾ ഡെയിലി വീഡിയോ ഇടുമായിരുന്നെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നേരത്തെ തന്നെ റവന്യൂ ഒക്കെ
വന്നിരുന്നേനെ. പക്ഷേ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. പിന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഏതൊരു കാര്യം തുടങ്ങുമ്പോഴും നിങ്ങളെ തളർത്താനും തകർത്താനും ഒക്കെ ഒത്തിരി പേരുണ്ടായിരിക്കും. എന്നെ അങ്ങനെ തളർത്താനായിട്ട് ഒത്തിരി പേരുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് ഈ ചാനൽ കൊണ്ട് നടക്കുന്നത് തന്നെ എന്തോ ഒരു കുറ്റകരമാണെന്നുള്ള രീതിയിൽ വരെ പെരുമാറിയ ആൾക്കാരുണ്ടായിരുന്നു. എന്നോട് പണ്ട് എൻ്റെ ഒരു സുഹൃത്ത് ചോദിച്ചൊരു കാര്യമാണ്, നീ ഇങ്ങനെ ഫേമസ് ആവാനാണോ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതെന്ന്. ഞാൻ എപ്പോഴൊന്നും അവരോടൊന്നും പറഞ്ഞിട്ടൊന്നും ഇല്ല കേട്ടോ. ഞാൻ ചിരിച്ചങ്ങ് കളയുകയാണ് ചെയ്തത്. അതൊക്കെ എനിക്ക് ഇപ്പോൾ ആലോചിക്കുമ്പോൾ അവരോടൊക്കെ ഒത്തിരി നന്ദിയാണ്. കാരണം അവരൊക്കെ എന്നെ കളിയാക്കാൻ വേണ്ടിയിട്ട് ചോദിച്ചതാണെങ്കിലും ഞാനിതിൽ നിന്ന് പിന്മാറിയിട്ടില്ല. എനിക്കിതിൽ നിന്ന് ജയിച്ച് കാണിക്കണമെന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിച്ചത്. ആരോടുള്ള വാശി തീർക്കാനോ ഒന്നും അല്ല കേട്ടോ. ഞാനൊന്നും അല്ല, എന്നെ ഒന്നിനും കൊള്ളില്ലാന്ന് പറഞ്ഞെടുത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ എനിക്ക് ആവണമെന്ന് എനിക്കൊരു വാശി തോന്നി. ഇപ്പോഴും ഞാൻ എവിടെയോ എത്തി എന്നല്ല ഞാൻ പറയുന്നത്. ഇതെൻ്റെ ഒരു ജേണിയുടെ ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് മാത്രമാണ്, തുടക്കം മാത്രമാണ്. പിന്നെ ഞാൻ എപ്പോഴും മത്സരിക്കുന്നത് എന്നോട് തന്നെയാണ് കേട്ടോ. എനിക്ക് മറ്റുള്ളവരോടൊന്നും ഒരു കോമ്പറ്റീഷൻ ഇല്ല. ഞാൻ എന്നെ തന്നെ ഇമ്പ്രൂവ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. ഓരോ ദിവസവും ഓരോ വീഡിയോയിലും എനിക്ക് എത്രത്തോളം ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ഞാൻ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഞാൻ എന്നോട് തന്നെയാണ് കോമ്പറ്റീഷൻ വെക്കുന്നത്. എനിക്കൊരിക്കലും മറ്റൊരാളോടും കോമ്പറ്റീഷൻ ഇല്ല. ഇന്ന് വരെ ഞാൻ അങ്ങനെ ചെയ്തിട്ടുമില്ല ഒരു കാര്യത്തിലും. അപ്പോൾ അതുകൊണ്ടാവണം എനിക്ക് ഇത്രയും ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റിയത്. പിന്നെ അതുപോലെ തന്നെ എന്നോട് എൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് ചോദിച്ചതാണ്, നീ യൂട്യൂബ് ചെയ്യുമല്ലേ, നിനക്ക് ഒരുപാട് പൈസയൊക്കെ കിട്ടുന്നുണ്ടായിരിക്കുമല്ലേ, അപ്പോൾ ഒരു കാര്യം എനിക്കും കൂടി ഒരു ചാനൽ തുടങ്ങണം. പക്ഷേ ചാനൽ തുടങ്ങിക്കഴിഞ്ഞിട്ട് എനിക്ക് അപ്പം തന്നെ പൈസ വേണം എന്നാണ് പുള്ളിക്കാരി പറഞ്ഞത്. അപ്പം ഞാൻ അവളോട് പറഞ്ഞത്, അങ്ങനെ വിചാരിച്ചാൽ ഉടനെ പൈസ കിട്ടുന്ന പണിയല്ല യൂട്യൂബ്, നമ്മൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ പുള്ളിക്കാരി എന്നോടൊരു ഡയലോഗ് അടിച്ചത്, എനിക്കതൊന്നും പറ്റത്തില്ല, എനിക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങിയാൽ അപ്പം തന്നെ പൈസ വേണമെന്ന്. അപ്പോൾ പലരുടെയും ധാരണ വെറുതെ അങ്ങ് വീഡിയോ ഇട്ടാൽ മതി പൈസ ഇങ്ങോട്ട് വന്നോളൂ എന്നാണ്. ഒരിക്കലും അല്ല കേട്ടോ. നമ്മളൊരു വീഡിയോ എടുക്കുന്നത് ചിലപ്പോൾ കുറേ ദിവസങ്ങൾക്ക് മുന്നേ ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് അത് എഡിറ്റ് ചെയ്യാനായിട്ട് എനിക്കൊക്കെ 3 ദിവസമൊക്കെ വേണം ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ വോയിസ് ഓവറാണ് ഞാൻ കൊടുക്കുന്നത്. ചിലപ്പോൾ ഈ എടുത്തു വെച്ച വീഡിയോ 2 ആഴ്ച കഴിഞ്ഞിട്ടായിരിക്കുള്ളൂ വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോൾ പകുതി കൂടുതൽ കാര്യങ്ങളും മറന്നു പോയിട്ടുണ്ടാവും ഈ ജീവിതത്തിലെ തിരക്കിനിടയിൽ. അപ്പോൾ അത്രയും നമ്മൾ ഒരുപാട് വർക്ക് ചെയ്തിട്ടാണ് ഒരു വീഡിയോ മുന്നിലേക്ക് നിങ്ങളിലേക്ക് എത്തുന്നത്. അപ്പോൾ വീഡിയോസ് ചെയ്യുന്ന എല്ലാവർക്കും അറിയാമായിരിക്കും ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ. ഒരുപക്ഷെ കാണുന്ന നിങ്ങൾക്ക് അത്രയും മനസ്സിലാവണമെന്നില്ല. വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ ചാനലിലുണ്ട്, അവർക്കൊക്കെ അറിയാമായിരിക്കും. അപ്പോൾ അത്രയും നമ്മൾ ഹാർഡ് വർക്കാണ് ഇതിന് ഇടുന്നത്. ഞാനിത് ഹാർഡ് വർക്ക് എന്ന് പറയുമ്പോൾ ചിലർക്കെങ്കിലും ഒരു അരോചകമായിട്ട് തോന്നുന്നുണ്ടാവാം. അത് പറഞ്ഞേ പറ്റത്തുള്ളൂ കേട്ടോ, പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം ചെറിയ മക്കളെയൊക്കെ നമ്മൾ വെച്ചിട്ട്, ആമിക്ക് ഒരു 2 വയസ്സായപ്പോൾ ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്ത ആളാണ്. കൊറോണ ടൈമിലാണ്. ഇപ്പോൾ അവൾക്ക് 7 വയസ്സാവുന്നു. 5 വർഷമായി ഞാൻ എൻ്റെ യൂട്യൂബ് ജേർണി തുടങ്ങിയിട്ട്. അപ്പോൾ ഇത്രയും വർഷം ഞാൻ ക്ഷമയോടെ കാത്തിരുന്നു. എന്നിട്ട് ഞാൻ വീഡിയോസ് ഇട്ടുകൊണ്ടേയിരുന്നു. ഏകദേശം ഒരു ലോങ് വീഡിയോ തന്നെ 250ഓളം വീഡിയോസ് ആവാറായപ്പോഴാണ് എനിക്ക് റവന്യൂ വന്നത്. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ ഞാൻ എന്തുമാത്രം ഹാർഡ് വർക്ക് ചെയ്തു എന്നുള്ളത്. മാത്രമല്ല അത്രയും ഞാൻ ക്ഷമയോടെ കാത്തിരിക്കുകയാണ് ചെയ്തത്. അപ്പം നമുക്ക് ക്ഷമയും കഠിനാധ്വാനവും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആഗ്രഹിക്കുന്ന ഏത് മേഖലയിലും ഉയരാനായിട്ട് പറ്റും എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് ഒരു ചാനൽ സ്വന്തമായിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഓൾറെഡി തുടങ്ങിയവരാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യും. നിങ്ങൾക്ക് ഇനി തുടങ്ങണം എന്ന് ആഗ്രഹമുണ്ട്, നിങ്ങൾക്ക് ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പിന്നീട് ആലോചിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമല്ല. ഈ നിമിഷം ഇപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്തോളൂ. സബ്സ്ക്രൈബേഴ്സും വ്യൂസും എല്ലാ കാര്യങ്ങളും പുറകെ വന്നോളും. പിന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മൾ നമ്മളായി തന്നെ ഇരിക്കുക. ഒരിക്കലും നമ്മൾ ഫേക്കായിട്ട് നിൽക്കരുത്. ഒരു സോഷ്യൽ മീഡിയയിൽ നിൽക്കുമ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ അങ്ങനെയാണ് ചിന്തിക്കുന്നത് കേട്ടോ. നമ്മളുടെ അടുത്ത് ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി കാണിക്കാനും അല്ലെങ്കിൽ ഒരുപാട് പൈസ മുടക്കി ആഡംബരങ്ങൾ കാണിക്കാനൊന്നും പോകണ്ട. ഞാൻ അങ്ങനെയാണ് ഫോളോ ചെയ്യുന്നത്. ഇപ്പം വീഡിയോസ് ചെയ്യുന്നു എന്ന് വെച്ചിട്ട് എനിക്കില്ലാത്തതൊന്നും എനിക്ക് ഉണ്ടാക്കി കാണിക്കാൻ പറ്റത്തില്ലല്ലേ. ഞാൻ അങ്ങനെ ചെയ്യത്തില്ല. പ്രത്യേകിച്ച് പൈസ മുടക്കിയുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഒരിക്കലും ചെയ്യത്തില്ല. എന്താണോ എനിക്ക് കഴിവുള്ളത് അത് മാത്രമേ എനിക്ക് കാണിക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ അങ്ങനെ എന്നെ ഇഷ്ടപ്പെടുന്നവർ ഇഷ്ടപ്പെട്ടാൽ മതി എന്ന് വിശ്വസിക്കുന്നവരാണ്. എന്നോട് എൻ്റെ ഹസ്ബൻഡ് എപ്പോഴും പറയാറുണ്ട്, നീ ഇപ്പോൾ ഒറ്റയ്ക്കല്ല, നിൻ്റെ പുറകിൽ 2500 പേരുണ്ടെന്ന് പറയും. പുള്ളി ഇടയ്ക്കിടയ്ക്ക് എന്നെ അതിങ്ങനെ പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്യാറുണ്ട്. ചിലപ്പോൾ തമാശയ്ക്കും പറയാറുണ്ട്. ശരിക്കും ഞാൻ എപ്പോഴും ഞാൻ അതിനോട് ഒരു കാര്യത്തോട് ഞാൻ ഗ്രാറ്റിറ്റ്യൂഡാണ് പറയുന്നത്. കാരണം ശരിക്കും സത്യം തന്നെയാണ്. ഞാൻ ജീവിതത്തിൽ എപ്പോഴൊക്കെയോ ഒറ്റപ്പെട്ടു പോയി എന്ന് ചിന്തിച്ചപ്പോൾ എൻ്റെ പുറകിൽ ഇത്രയും പേരുണ്ടെന്ന് പറയാനായിട്ട് എനിക്ക് ഒരു മടിയുമില്ല. എൻ്റെ പുറകിലല്ല, എൻ്റെ കൂടെ തന്നെയാണ് നിങ്ങളുള്ളത്. അത് എനിക്ക് എവിടെ വേണമെങ്കിലും പറയാൻ
മടിയില്ലാത്തൊരു കാര്യമാണ്. കാരണം നിങ്ങളിൽ ഒരാളാണ് ഞാൻ, നിങ്ങളെ റെപ്രസെൻറ്റ് ചെയ്ത് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നു എന്ന് മാത്രം. അപ്പം നമ്മളെല്ലാവരും ഒരുപോലെയാണ്. ഞാൻ വലുത്, നിങ്ങൾ വലുത്, അല്ലെങ്കിൽ നിങ്ങൾ ചെറുത്, അങ്ങനെ ഒന്നുമില്ല. നമ്മളെല്ലാവരും ഒരുപോലെയാണ്. അപ്പോൾ ഇനിയും നമ്മുടെ ഈ ചാനൽ, ഈ ഒരു ചെറിയ ചാനൽ വലിയതായിട്ട് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഇനിയും ഉണ്ടാവണം. അപ്പം ഞാൻ പറഞ്ഞ ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിലെ വിശേഷം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കും. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി ഫ്രൈഡേ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.